റിച്ച് ആകുന്നതും വെൽത്തി ആകുന്നതും രണ്ടും ഒരുപോലെയല്ല. പലർക്കും ഉയർന്ന വരുമാനമുണ്ട്. പക്ഷേ യഥാർത്ഥ വെൽത്ത് വളരെ കുറച്ച് പേർക്കാണ് ഉണ്ടാകുന്നത്. കാരണം റിച്ച് എന്നത് ഇൻകമാണ്, വെൽത്തി എന്നത് ഒരു സിസ്റ്റമാണ്. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനൊരു കാര്യം വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. പലരും മികച്ച വരുമാനം സമ്പാദിക്കുന്നുണ്ട്. അവർ ആഡംബര ജീവിതം നയിക്കുന്നുമുണ്ട്. പക്ഷേ ഈ വരുമാനത്തിന് സ്ഥിരമായിട്ടുള്ള ഒരു അസറ്റാക്കി അവർ മാറ്റിയിട്ടില്ല. വെൽത്ത് പ്രിസർവേഷനോ എസ്റ്റേറ്റ് പ്ലാനിങ്ങിനോ ഒരു പ്രാധാന്യം നൽകുന്നുമില്ല. അവസാനം അവർ സൃഷ്ടിച്ച ഒരു വെൽത്ത് ഇല്ലേ, അത് അടുത്ത തലമുറയിലേക്ക് തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്നുള്ള നിലയിൽ ഉയർന്ന വരുമാനമുള്ള ഒരാളെ കാണുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് അവരുടെ ഇൻകം എത്ര ഉണ്ടെന്നുള്ളതല്ല, വെൽത്ത് പ്രിസർവേഷൻ പ്ലാനും എസ്റ്റേറ്റ് പ്ലാനും അവർക്ക് വേണ്ട രീതിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം യഥാർത്ഥ വെൽത്ത് എന്നത് നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ സൃഷ്ടിച്ച വെൽത്ത് എത്ര തലമുറകളിലേക്ക് സുരക്ഷിതമായിട്ട് കൈമാറാൻ കഴിയുന്നു എന്നതാണ്. റിച്ച്നെസ്സിൽ നിന്നും വെൽത്തി ആകണമെങ്കിൽ ഇന്ന് തന്നെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കോംപ്രഹെൻസീവ് ഫൈനാൻഷ്യൽ പ്ലാനിങ് തയ്യാറാക്കുക. നിങ്ങളുടെ ഇൻകം പ്രൊഡ്യൂസിങ് അസറ്റായി മാറ്റണം. നിങ്ങളുടെ വെൽത്ത് സംരക്ഷിക്കുകയും എല്ലാ വർഷവും അത് റിവ്യൂ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഓർക്കേണ്ടത് എന്താണ്? റിച്ച് ആയിട്ടുള്ള ആളുകൾ പണം സമ്പാദിക്കുന്നുണ്ട്, വെൽത്തി ആയിട്ടുള്ള ആളുകൾ ഒരു സിസ്റ്റമാണ് നിർമ്മിക്കുന്നത്. ആ സിസ്റ്റം തന്നെയാണ് തലമുറകളിലേക്ക് അവർ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൈമാറപ്പെടുന്നത്. നിങ്ങൾ റിച്ച് ആണോ അതോ യഥാർത്ഥത്തിൽ വെൽത്തി ആകാൻ തയ്യാറാണോ? ഇന്ന് തന്നെ ഫിസ്കോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രീ ഫൈനാൻഷ്യൽ പ്ലാനിങ് റിപ്പോർട്ട് തയ്യാറാക്കുക. കാരണം വെൽത്ത് യാദൃശ്ചികമായിട്ടുണ്ടാകുന്നതല്ല, ശരിയായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെടുന്നത്.